ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എന്നെ സ്നേഹമുണ്ട്. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള ഭാഗങ്ങളിൽ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ലേഖനം പറയുകയാണ്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. അപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, നാം നിൽക്കുന്നത് കൃപയാലാണ്. പ്രിയരെ, നമ്മൾ ആരും പ്രശംസിക്കാതിരിപ്പാൻ, ഒരു ജഡവും പ്രശംസിക്കാതിരിപ്പാൻ, നമുക്ക് അർഹതയില്ലാത്ത സ്ഥാനത്ത് ദാനം കിട്ടിയതാണ് ഈ ദൈവകൃപ. വാസ്തവത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷ, നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ശിക്ഷ, അത് നമ്മൾ അനുഭവിക്കാതിരിപ്പാൻ, അത് നമ്മളിലേക്ക് വരാതിരിപ്പാൻ ദൈവകൃപയാണ് നമ്മെ നിർത്തിയിരിക്കുന്നത്. ഇവിടെ പറയുന്നു, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം. ആരാണ്? യേശുക്രിസ്തു മൂലം. പിതാവായ ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ, ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, കർത്താവ് 7 സ്റ്റെപ്പോളം താഴേക്ക് ഇറങ്ങി വരുന്ന, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ എന്ന് തുടങ്ങി 7 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി വരുന്ന പ്രാണനാഥനെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ മഹത്വം മുറുകെ പിടിക്കാതെ താഴേക്ക് ഇറങ്ങി വന്ന കർത്താവ്, അവൻ മൂലം നമ്മൾ എങ്ങനെയാണ് കൃപയ്ക്കകത്ത് നിൽക്കുന്നത്? ആ യേശുക്രിസ്തു മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഇല്ല പ്രിയരെ, വിശ്വസിക്കുന്നവർക്കാണ്. കാൽവരിയിൽ വിശ്വസിക്കുന്നവർക്കാണ്. പാപം ചെയ്യുന്ന ഒരു വ്യക്തി അടുത്ത മരണത്തിലേക്കാണ് പ്രവേശിക്കേണ്ടത്. എന്നാൽ ആ നിത്യമായ മരണത്തിൽ നിന്ന് നിത്യമായ ജീവനിലേക്ക് നമ്മെ നടത്തിയ ഒരൊറ്റ വേ, അത് ക്രൂശാണ്. അത് തകർക്കപ്പെട്ട ആ ക്രൂശാണ്. കാൽവരിയിൽ പുത്രനെ തകർത്ത ആ ക്രൂശാണ്. അതിനെ വിശ്വസിക്കുമ്പോഴാണ് വചനം പറയുന്നു, അതിലൂടെ നമുക്ക് കൃപയിലേക്ക് പ്രവേശനമുണ്ട്. ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത് മറ്റൊന്നിലും പ്രശംസിക്കാതെ, പൗലോസ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കാൻ ഇടവരരുത്. നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് അർഹതയില്ലാത്ത, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മളെ ഈ കൃപയിലേക്ക് നടത്തിയത് കർത്താവിൻ്റെ മഹാകരുണയെന്നെണ്ണി കാട്ടൊലുവായിരുന്ന നമ്മെ വെട്ടി നാട്ടൊലുവിനോട് ചേർത്തൊട്ടിച്ച ആ ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വസ്തയോടെ വിശ്വാസത്തിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.